Chapter 13, The Supreme, the Mind and the Body. അധ്യായം 13, പരമാത്മാവ്, മനസ്സ്, ശരീരം. Questioner. From what you told us, it appears that you are not quite conscious of your surroundings. To us, you seem extremely alert and active. We cannot possibly believe that you are in a kind of hypnotic state, which leaves no memory behind. On the contrary, your memory seems excellent. How are we to understand your statement that the world and all it includes does not exist as far as you are concerned? ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് പറഞ്ഞതിൽ നിന്ന് ചുറ്റുപാടിനെ കുറിച്ച് അങ്ങ് തികച്ചും ബോധത്തിലല്ലെന്ന് മനസ്സിലാവുന്നു. അങ്ങ് ആത്യന്തികമായി ഊർജ്ജസ്വലനും പ്രവർത്തനോന്മുഖനുമാണെന്ന് ഞങ്ങൾക്ക് കാണാം. ഒരു സമ്മോഹനാവസ്ഥ, അതായത് ഹിപ്നോട്ടിക് അവസ്ഥയിലാണ് അങ്ങെന്ന് തീർത്തും വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് പറ്റുന്നേയില്ല. ആ അവസ്ഥയിൽ ഓർമ്മകൾ പോലും ബാക്കിയാവുന്നില്ല. നേരെ മറിച്ച് അങ്ങയുടെ ഓർമ്മ വളരെ നിസ്തുലമാണെന്ന് തോന്നുന്നു. ഈ ലോകവും അതിലടങ്ങുന്നതൊക്കെയും നിലനിൽക്കുന്നില്ല എന്ന അങ്ങയുടെ പ്രസ്താവന കുറഞ്ഞപക്ഷം അങ്ങയെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അതെങ്ങനെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഹാരാജ്, it is all a matter of focus. Your mind is focused in the world. Mine is focused in the reality. It is like the moon in daylight when the sun shines. The moon is hardly visible. Or watch how you take your food. As long as it is in your mouth, you are conscious of it. Once swallowed, it does not concern you any longer. It would be troublesome to have it constantly in mind until it is eliminated. The mind should be normally in abeyance. Incessant activity is a morbid state. The universe works by itself, that I know. What else do I need to know? മഹാരാജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ കേന്ദ്രീകരണത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ മനസ്സ് ലോകത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഞാൻ വാസ്തവികതയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അത് പകൽ വെളിച്ചത്തിലുള്ള ചന്ദ്രനെ പോലെയാണ്. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കെ ചന്ദ്രനെ കാണാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമെടുക്കുക. നിങ്ങളുടെ വായ്ക്കകത്ത് ഉള്ളപ്പോൾ നിങ്ങൾ ബോധവാനാണ്. വിഴുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ പ്രയാസകരമാണ്. മനസ്സിൽ നിന്ന് അതിനെ ഒഴിവാക്കുന്നതുവരെ അത് പ്രശ്നം തന്നെയായിരിക്കും. സാധാരണഗതിയിൽ മനസ്സിന്റെ പ്രവർത്തനം ചഞ്ചലമായിട്ടായിരിക്കും. ഒരേ രീതിയിലുള്ള ഇടവിടാതുള്ള പ്രവർത്തന രീതി രോഗാതുരമാണ്. പ്രപഞ്ചം സ്വയം പ്രവർത്തിക്കുന്നു, അതെനിക്കറിയാം. മറ്റെന്താണ് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളത്? Question. So a jnani knows what he is doing only when he turns his mind to it. Otherwise he just acts without being concerned. അപ്പോൾ ഒരു ജ്ഞാനി അയാൾ എന്ത് ചെയ്യുന്നു എന്ന് അയാളുടെ മനസ്സിലേക്ക് തിരിയുമ്പോൾ മാത്രം അറിയുന്നു. അല്ലാത്തപക്ഷം അയാൾ അഭിനയിക്കുന്നു, ഒന്നിലും ആമഗ്നനാവാതെ. മഹാരാജ്, the average man is not conscious of his body as such. He is conscious of his sensations, feelings and thoughts. Even these, once detachment sets in, move away from the center of consciousness and happen spontaneously and effortlessly. മഹാരാജ് പറയുന്നു, ഒരു ശരാശരി മനുഷ്യൻ എല്ലായ്പ്പോഴും അയാളുടെ ശരീരമുണ്ടെന്ന ബോധത്തോടെ ആയിരിക്കയില്ല. അയാൾ അയാളുടെ വികാരങ്ങളിലും ചിന്തയിലും സംവേദനത്തിലും മാത്രം ബോധവാനാവും. ഇങ്ങനെയാണെങ്കിലും എപ്പോൾ തെറ്റായ ബോധത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് അകലുകയും ബന്ധന വിമുക്തി പ്രാപിക്കുകയും ചെയ്യുന്നുവോ അപ്പോൾ പ്രയത്നരഹിതവും സ്വേച്ഛാപൂർവമായ അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. Question. What then is in the center of consciousness? ബോധത്തിന്റെ കേന്ദ്രത്തിൽ പിന്നെ മറ്റെന്താണുള്ളത്? മഹാരാജ്, that which cannot be given name and form, for it is without quality and beyond consciousness. You may say it is a point in consciousness which is beyond consciousness. Like a hole in the paper is both in the paper and yet not of paper. So is the supreme state in the very center of consciousness and yet beyond consciousness. It is as if an opening in the mind through which the mind is flooded with the light. This opening is not even the light. It is just an opening. മഹാരാജ് പറയാണ്, ഒരു നാമമോ രൂപമോ കൊടുക്കാനാവാത്ത ഒന്ന് അവിടെ ഉണ്ട്. എന്തെന്നാൽ അത് നിർഗുണവും ബോധാവസ്ഥക്കപ്പുറം
പുറത്തുള്ളതുമാണ്. അത് ബോധാവസ്ഥയിലെ ഒരു ബിന്ദുവാണെന്നും എന്നാൽ അത് ബോധാവസ്ഥക്കപ്പുറമുള്ളതാണെന്നും നിങ്ങൾക്ക് പറയാം. എങ്ങനെയെന്നാൽ ഒരു കടലാസിലെ ദ്വാരം പോലെ, കടലാസിലാണെങ്കിലും കടലാസിലല്ലാതെ, അങ്ങനെ ബോധത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ കേന്ദ്രമായിട്ട് എന്നാലും ബോധത്തിനപ്പുറത്ത് അത് നിലകൊള്ളുന്നു. ഏതുപോലെ എന്നാൽ മനസ്സിലൊരു കവാടമുണ്ടെന്നും അതിലൂടെ മനസ്സ് പ്രകാശിതമായി കാണുന്നുവെന്നും എന്നാൽ സുഷിരം പ്രകാശമാകാൻ സാധ്യമില്ലെന്നും അത് ഒരു സുഷിരം മാത്രമാണെന്നും തിരിച്ചറിയുന്നത് പോലെ. Question: An opening is just void, absence. കവാടം ശൂന്യത മാത്രമാണ്, ഒന്നുമില്ലായ്മ. മഹാരാജ്: Quite so, from the mind's point of view. It is but an opening for the light of awareness to enter the mental space. By itself, the light can only be compared to a solid, dense, rock-like, homogeneous and changeless mass of pure awareness, free from the mental patterns of name and shape. മഹാരാജ് പറയാണ്, അത് തന്നെ. എന്നാൽ മനസ്സിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിന്റെ ശൂന്യസ്ഥലത്ത് അവബോധത്തിന്റെ പ്രകാശം പരക്കാനായുള്ള സുഷിരമാണത്. ആ സ്ഥിതിയിൽ സുദൃഢവും സാന്ദ്രവും പാറ പോലെ ഉറച്ചതും ഏകോന്മുഖവും സ്ഥിരവുമായ അവബോധത്തിന്റെ പിണ്ഡമായി മനസ്സ് രൂപപ്പെടുത്തുന്ന നാമരൂപങ്ങളിൽ നിന്നും സ്വതന്ത്രമായി നിലകൊള്ളുന്ന സ്ഥിതിയിൽ മാത്രമേ പ്രകാശത്തെ താരതമ്യം ചെയ്യാനാവുകയുള്ളൂ. Question: Is there any connection between the mental space and the supreme abode? മനസ്സിന്റെ തലത്തെയും പരമപദത്തെയും ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? മഹാരാജ്: The supreme gives existence to the mind. The mind gives existence to the body. പരമപദം മനസ്സിന് അസ്തിത്വം നൽകുന്നു, മനസ്സ് ശരീരത്തിന് അസ്തിത്വം നൽകുന്നു. Question: And what lies beyond? അതിനപ്പുറം എന്താണ് ഇരിക്കുന്നത്? മഹാരാജ്: Take an example. A venerable yogi, a master in the art of longevity, himself over 1,000 years old, comes to teach me his art. I fully respect and sincerely admire his achievements. Yet all I can tell him is, of what use is longevity to me? I am beyond time. However long a life may be, it is but a moment and a dream. In the same way, I am beyond all attributes. They appear and disappear in my light, but cannot describe me. The universe is all names and forms, based on qualities and their differences, while I am beyond. The world is there because I am, but I am not the world. മഹാരാജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം എടുക്കുക. 1000 വയസ്സുള്ള ഒരു അഭിമന്യനായ യോഗി, ദീർഘായുസ് നൽകാനാവുന്നതിൽ കഴിവുള്ള അദ്ദേഹത്തിന്റെ കല പഠിപ്പിക്കാനായി എന്റെ അടുക്കലെത്തി. ശരിയായ ആർജവത്തോടെ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ വിജയത്തെ ആദരവോടെ കാണുകയും ചെയ്തു. എങ്കിലും ആകെ അദ്ദേഹത്തോട് എനിക്ക് പറയാനായത്, എനിക്കെന്തിനാണ് ദീർഘായുസ് എന്നായിരുന്നു. കാരണം ഞാൻ കാലത്തിനപ്പുറത്താണ്. ജീവിതം എത്ര ദീർഘതരമായാലും അത് തീർത്തും ക്ഷണികവും സ്വപ്ന സമാനവുമാണ്. അതേപോലെ ഞാൻ എല്ലാ ഗുണവിശേഷങ്ങൾക്കപ്പുറത്തുമാണ്. അവ എന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരികയും പോവുകയും ചെയ്യുമെങ്കിലും എന്നെ വിസ്തരിക്കാനാവില്ല. പ്രപഞ്ചത്തിന് ഗുണപരവും വൈജാത്യവുമായ നിലയിൽ നാമവും രൂപവുമുണ്ട്. എന്നാൽ ഞാൻ അവയിൽ നിന്നെല്ലാം അതീതനാണ്. ലോകം അവിടെയുള്ളത് ഞാൻ കാരണമാണ്, പക്ഷേ ഞാൻ ലോകമല്ല. Question: But you are living in the world. പക്ഷെ അങ്ങ് ഈ ലോകത്ത് ജീവിക്കുന്നു. മഹാരാജ്: That's what you say. I know there is a world which includes this body and this mind, but I do not consider them to be more mine, other minds and bodies. They are there in time and space, but I am timeless and spaceless. മഹാരാജ് പറയാണ്, നിങ്ങൾ അങ്ങനെ പറയുന്നു. എനിക്കറിയാം ഇവിടെ ഒരു ലോകമുണ്ടെന്ന്. അതിൽ എന്റെ ശരീരവും മനസ്സും ഉൾപ്പെടുന്നു. പക്ഷേ മറ്റു ശരീരങ്ങളും മനസ്സുകളും പോലെ വളരെയൊന്നും എന്റേത് എന്നതായി ഞാൻ പരിഗണിക്കുന്നില്ല. അവ അവിടെയുണ്ട്, കാലത്തിലും സ്ഥലരാശിയിലും. പക്ഷെ ഞാൻ കാലാതീതനും പ്രത്യേകിച്ച് ഒരു ഇടം ഇല്ലാത്തവനുമാണ്. Question: But since all exist by your light, are you not the creator of the world? പക്ഷേ അങ്ങയുടെ പ്രകാശത്തിൽ എല്ലാം സ്ഥിതി ചെയ്യുമ്പോൾ അങ്ങ് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവല്ലേ? മഹാരാജ്: I am neither the potentiality nor the actualization nor the actuality of things. In my light they come and go as the specks of dust dancing in the sunbeam. The light
illumines the specks but does not depend on them, nor can it be said to create them. It cannot be even said to know them. മഹാരാജ് പറയുന്നു, ഞാൻ അന്തർലീന ശക്തിയോ പരമാർത്ഥികതയോ കാര്യങ്ങളുടെ വാസ്തവികതയോ അല്ല. സൂര്യന്റെ കിരണത്തിൽ തത്തിക്കളിക്കുന്ന ധൂളികൾ പോലെ എന്റെ പ്രകാശത്തിലൂടെ അവ വരികയും പോവുകയും ചെയ്യുന്നു. പ്രകാശം ആ ധൂളികളെ തിളക്കമുള്ളതാക്കുന്നു, എന്നാൽ അവയെ ആശ്രയിക്കുന്നില്ല. പ്രകാശത്തിന് പോലും അവയെ സൃഷ്ടിക്കുന്നുവെന്നോ അവയെ അറിയാമെന്നോ പറയാനാവില്ല. Question. I am asking you a question and you are answering. Are you conscious of the question and the answer? ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങ് അതിന് ഉത്തരം നൽകുന്നു. അങ്ങക്ക് ആ ചോദ്യത്തെയും ഉത്തരത്തെയും കുറിച്ച് ബോധമുണ്ടോ? Maharaj, in reality I am neither hearing nor answering. In the world of events, the question happens and the answer happens. Nothing happens to me. Everything just happens. യാഥാർത്ഥ്യാവസ്ഥയിൽ ഞാൻ കേൾക്കുകയോ ഉത്തരം പറയുകയോ ചെയ്യുന്നില്ല. സംഭവങ്ങളുടെ ലോകത്ത് ചോദ്യം സംഭവിക്കുന്നു, ഉത്തരവും സംഭവിക്കുന്നു. എനിക്കൊന്നും സംഭവിക്കുന്നില്ല, എന്നാൽ എല്ലാം അങ്ങനെ സംഭവിക്കുന്നു. ക്വസ്റ്റ്യൻ. ആൻഡ് യു ആർ ദ വിറ്റ്നസ്. അപ്പോൾ അങ്ങ് ഒരു സാക്ഷി മാത്രം. മഹാരാജ്, വാട്ട് ഡസ് വിറ്റ്നസ് മീൻ? മിയർ നോളജ്. ഇറ്റ് റെയിൻഡ് ആൻഡ് നൗ ദ റെയിൻ ഈസ് ഓവർ. ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ്. ഐ നോ ഇറ്റ് റെയിൻഡ്. But I am not affected. I just witnessed the rain. മഹാരാജ് പറയുന്നു, സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും അറിവ് മാത്രം. മഴ പെയ്തു, പക്ഷെ ഇപ്പോൾ മഴയില്ല. ഞാൻ നനഞ്ഞില്ല. എനിക്കറിയാം മഴ പെയ്തെന്ന്, പക്ഷെ എനിക്കത് അനുഭവപ്പെട്ടില്ല. ഞാൻ മഴക്ക് സാക്ഷിയായി നിന്നു. Question. The fully realized man, spontaneously abiding in the supreme state, appears to eat, drink and so on. Is he aware of it or not? പൂർണ്ണമായും തിരിച്ചറിവിലേക്കെത്തിയ ഒരാൾ, പരമപദത്തിൽ നിലകൊള്ളുന്ന ഒരാൾ, ആഹാരം കഴിക്കുന്നു, പാനം ചെയ്യുന്നു, അങ്ങനെ പലതും. അതേക്കുറിച്ച് അയാൾ ബോധവാനോ അല്ലയോ? മഹാരാജ്, that in which consciousness happens, the universal consciousness or mind, we call the ether of the consciousness. All the objects of consciousness form the universe. What is beyond both, supporting both, is the supreme state, a state of utter stillness and silence. Whoever goes there disappears. It is unreachable by words or mind. You may call it God or Parabrahman or supreme reality, but these are names given by the mind. It is the nameless, contentless, effortless and spontaneous state beyond being and not being. മഹാരാജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊന്നിലാണോ ആ ബോധാവസ്ഥ സംഭവിക്കുന്നത് അതിനെ പ്രാപഞ്ചിക ബോധമെന്നോ പ്രാപഞ്ചിക മനസ്സെന്നോ അല്ലെങ്കിൽ സൂക്ഷ്മാകാശത്തിന്റെ ബോധമെന്നോ ഞങ്ങൾ പറയുന്നു. ബോധത്തിന്റെ എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നു. രണ്ടിന്റെയും അപ്പുറത്തുള്ള രണ്ടിനെയും തുണയ്ക്കുന്ന പരമപദം എന്ന അവസ്ഥ ഏറ്റവും നിശ്ചലമായതും നിശബ്ദവുമായ അവസ്ഥയിലാണുള്ളത്. ആരൊക്കെ അവിടെ എത്തുന്നുവോ അവരൊക്കെ അപ്രത്യക്ഷമാകുന്നു. വാക്കുകൾ കൊണ്ടും മനസ്സ്